എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റുക്സാന, പാലക്കാട് കരുണ ഹോസ്പിറ്റൽ മേലാമുറിയിലെ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം തണുപ്പ് കാലത്ത് സാധാരണയായി കുട്ടികളിൽ കാണുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടാണ്. അതിൽ ഒന്നാമത്തേതാണ് അടിക്കടിയായിട്ടുള്ള ചുമ, പനി, ജലദോഷം ഒക്കെ വരുന്ന ഒരു കാലമാണ് തണുപ്പ് കാലം. ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഇത് മിക്കവാറും സാധാരണ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. പക്ഷേ ഇത് നമുക്ക് വരാണ്ടിരിക്കാൻ വേണ്ടി എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, സ്കൂള് വിട്ട് വന്നതിന് ശേഷവും അല്ലെങ്കിൽ പുറത്തു പോയി വന്നതിന് ശേഷം കുട്ടികൾ നന്നായിട്ട് സോപ്പിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, അസുഖമുള്ള കുട്ടികളാണെങ്കിൽ അസുഖം പൂർണ്ണമായി ഭേദമായതിനു ശേഷം മാത്രം സ്കൂളിലോട്ട് വിടുക. മൂന്നാമത്തത്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ അസുഖം വന്നതിന് ശേഷം കുറെ വൈറ്റമിൻ സപ്ലിമെന്റ്സും എടുത്തതുകൊണ്ട് രോഗപ്രതിരോധ ശേഷി കൂടില്ല. ഓൾറെഡി നല്ല രോഗപ്രതിരോധ ശേഷി ഉണ്ടാകണമെങ്കിൽ അവരുടെ ഡയറ്റ് ഹെൽത്തി ആയിട്ടിരിക്കണം. അതായത് ധാരാളം പഴങ്ങള്, പച്ചക്കറികള്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കുട്ടികൾ ഡെയിലി കഴിക്കുന്നുണ്ടെന്ന് പാരന്റ്സ് ഉറപ്പുവരുത്തുക. നാലാമത്തെ കാര്യം, ഫ്ലൂ വാക്സിൻ എടുക്കുക എന്നുള്ളതാണ്. ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വൈറസിനെതിരെയുള്ള വാക്സിനാണ്. കുട്ടികളിൽ സാധാരണ ചുമ, ജലദോഷം, പനി, വൈറൽ ന്യൂമോണിയ മുതൽ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വരെ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഇൻഫ്ലുവൻസ വൈറസ്. ഈ വാക്സിൻ എടുത്താൽ ഒരുവിധമുള്ള ഇൻഫെക്ഷൻസിന്റെ നമ്പറൊക്കെ നമുക്ക് കുറയ്ക്കാം. അതുപോലെ അസുഖത്തിന്റെ തീവ്രതയും കുറയ്ക്കാവുന്നതാണ്.